എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന ചുമതല നിർവഹിക്കുന്നു. അപ്പോൾ ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഒരു പണിമുടക്ക് ദിവസമാണ്. എല്ലാ വർഷവും മിക്കവാറുമുള്ള വർഷങ്ങളെല്ലാം ഒരു വഴിപാട് പോലെ നടന്നു വരുന്ന ഒരു വഴിപാട് ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ വർഷമൊക്കെ അത് ജൂലൈയിലായിരുന്നുവെങ്കിൽ ഈ വർഷം മുമ്പത്തെ പോലെ ഫെബ്രുവരിയിലേക്ക് അത് വന്നു എന്ന് മാത്രം. ഏതാണെങ്കിലും മലപ്പുറം കത്തി, വാള്, കുടവാള്, മിഷ്യൻ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് വന്ന ഈ സംവിധാനം ഒരു നനഞ്ഞ പടക്കമായി ഇട്ടപ്പേ എന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 1-1.5 മണിയൊക്കെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത ഓഫീസ് ഉൾപ്പെടെ സർവകലാശാലയുടെ വിവിധ ഫാമുകളാണെങ്കിലും ഓഫീസുകളാണെങ്കിലും ഒക്കെ നമുക്ക് എത്ര പേരൊക്കെ എത്തി എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിനേക്കാൾ വളരെയധികം താല്പര്യത്തോടു കൂടി ഇന്നത്തെ പണിമുടക്ക് ദിവസം ജോലി ചെയ്യണമെന്നാഗ്രഹിച്ച് കടന്നു വരുന്ന ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും രസകരമെന്ന് പറയുന്നത് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന സംഘടനകളിലെ ജീവനക്കാർ തന്നെയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഒരു കാര്യം, ഇത് തീർത്തും അനാവശ്യമായിട്ടുള്ള എല്ലാ തവണത്തെയും പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ മുന്നോട്ട് വന്ന് നടത്തുന്നൊരു പണിമുടക്കാണ്. ജീവനക്കാരുമായിട്ട് ഇത് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ആകെപ്പാടെ പറയാൻ കഴിയുന്ന ഈ പറഞ്ഞ PFRD നിയമവും പഴയ പെൻഷൻ പദ്ധതിയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ രണ്ടാം തവണ ഭരിക്കുന്നവർ ആദ്യ തവണ വന്നപ്പോൾ തന്നെ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞതാണ്. അതിനുശേഷം പുനഃപരിശോധനാ കമ്മീഷൻ വന്നു, അതിനെ പുറത്തടയിരുന്നു. അങ്ങനെ പല വിഷയങ്ങൾ അതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള വിഷയം ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂലൈ മാസം നടത്തിയ ഈ പണിമുടക്കിൽ ഇതേ വാചകത്തോടൊപ്പം ചേർത്തിരുന്നവയാണ് ഈ NBS UPS കൂടി പിൻവലിക്കുക എന്നത്. എന്തായാലും ഇത്തവണ പുരോഗതിയുണ്ട്, അവ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വൈകിയാണ് വിവേകം ഉണ്ടാകുന്നത് എന്നുള്ളതിന് മറ്റുള്ളൊരു തെളിവ് കൂടിയാണ് ഈ പ്രാവശ്യം അതിൽ നിന്ന് അത് ഒഴിവാക്കിയത്. എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ NPS തുടരുമെന്ന ഉറപ്പിന്മേലാണ് കേരള സർക്കാർ കേന്ദ്രത്തിൽ നിന്നും അധിക കടമെടുപ്പ് നടത്തിയത്. അപ്പോൾ ഇത് എല്ലാവർക്കും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വന്നൊരു വിഷയമാണ്. ഇത് സംബന്ധിച്ച് പ്രധാന വിവരങ്ങളൊക്കെ നമ്മൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വെറും കപടതകൾ അടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഇതിൽ മുദ്രാവാക്യങ്ങളായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പണിമുടക്കുകൾക്കൊക്കെ ഉണ്ടാകുന്ന ആകെ ഗുണമെന്ന് പറയുന്നത് ഇവരിത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്നു, ജനങ്ങളത് അറിയുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പണിമുടക്കിന് പ്രസക്തിയില്ല എന്ന് പറയുന്നില്ല. ഇവർ ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ വാദങ്ങളുടെ മറുവാദം ജനങ്ങൾക്ക് അറിയാനും ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഇവർ തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കണക്കിൽ ഗുണകരമാണ്. സത്യം ആൾക്കാർ അറിയട്ടെ. അപ്പോൾ ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അധികം ദീർഘിപ്പിക്കുന്ന വീഡിയോ അധികം ദീർഘമായി പോകാതിരിക്കാനാണ്. അപ്പോൾ ആ വിഷയം കൂടുതൽ നീണ്ടുപോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ അത് ഓരോ വിഷയങ്ങളെയും എടുത്ത് അതിനെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് അതിൻ്റെ മറുവശം കൂടി, നല്ല വശം കൂടി നമ്മൾ രേഖപ്പെടുത്തിയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്തേ.